അതുപോലെ ബുക്കിൽ എഴുതണം. സ്റ്റെപ്പ് അതുപോലെ എഴുതണം. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. പേരൻസ് ഇടയ്ക്ക് ചെക്ക് ചെയ്തോണം, മ്യൂട്ട് മാറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. വോയിസ് കേൾക്കാൻ പാടില്ല. മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The sum of two different numbers is ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ റൊട്ടേഷൻ ഓൺ ആക്കിയിട്ട് ഓട്ടോ റൊട്ടേഷൻ വെച്ചിട്ട് ഫോൺ ചരിച്ച് വെക്കുക. സ്ക്രീൻ വലുതാകും. സൂം ചെയ്ത് നോക്കാം. ഡൗട്ട് ഉള്ളിടം സൂം ചെയ്ത് നോക്കി ക്ലിയർ ചെയ്യുക. The sum of two different numbers. ഞാൻ പറയുന്നുമുണ്ട്. അപ്പൊ എന്തെങ്കിലും വാക്കുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കേൾക്കുകയും കൂടെ ചെയ്യുക. The sum of two different numbers is 579. The difference between them. The difference between them is 111. നെറ്റിന്റെ പ്രോബ്ലം വല്ലതും ആയിരിക്കും. സ്ക്രീൻ നമുക്കിവിടെ കൃത്യമായിട്ട് വ്യക്തമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സൂം ചെയ്ത് നോക്കുക. നെറ്റ് സ്ലോ ആണെങ്കിൽ വീഡിയോ ചിലപ്പോ മങ്ങിയിരിക്കും. അതങ്ങ് ക്ലിയർ ആയിക്കോളും. നെറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നിടം ഇത് വേണം ഇരിക്കാൻ, ഫോൺ വെക്കാൻ. സ്ക്രീൻ സൂം ചെയ്ത് നോക്കിയേ. ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം വായിച്ചു തരുന്നുണ്ട്. കാണാൻ പറ്റുമോ? ഫോൺ ഈ രീതിയിൽ വേണം വെക്കാൻ. ഫോൺ ചരിക്കുമ്പോൾ റൊട്ടേഷൻ ഓൺ ആണെങ്കിൽ ചരിഞ്ഞു വരും. ഈ സ്ക്രീനിൽ ഈ ഫോണിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. റൊട്ടേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്ക്. മുകളിലത്തത് സ്വൈപ്പ് ചെയ്ത് താഴെ വെച്ചിട്ട് റൊട്ടേഷൻ ഒന്ന് ഓൺ ആക്കുക. വീഡിയോ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റും. ദാ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും വേർഡ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സൂം ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ? ഇപ്പം ഡൗട്ട് ചോദിച്ച ആള് മ്യൂട്ട് ചെയ്യണം. പേരന്റ് ശ്രദ്ധിച്ചോണേ. The sum of two different numbers 579. The difference between them is 111. Which are the numbers? Which are the numbers?
ആ The sum of two different numbers 579. The difference between them is 111. Which are the numbers? Sum of two numbers. Underline ചെയ്യണം ക്വസ്റ്റ്യനിൽ ബുക്കിൽ എഴുതിയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദം 579 111. രണ്ട് നമ്പേഴ്സിന്റെ സം, രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ 579 കിട്ടുന്നു. ആ രണ്ട് സംഖ്യകൾ തന്നെ കുറയ്ക്കുമ്പോൾ 111 കിട്ടുന്നു. 579 സം. സ്റ്റെപ്പ് അതുപോലെ ബുക്കിൽ എഴുതണം. ഡിഫറൻസ് 111. ഏതെങ്കിലും രണ്ട് സംഖ്യയുടെ സം എന്ന് പറയുന്നത് 579 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതില് ഡിഫറൻസും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടുമ്പോൾ, സമ്മും ഡിഫറൻസും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ലാർജസ്റ്റ് നമ്പറിന്റെ ട്വൈസ് ആയിരിക്കും. രണ്ട് സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു സംഖ്യ ചെറുതും ഒരു സംഖ്യ വലുതും, ലാർജും സ്മോളും. അതിൽ ലാർജസ്റ്റ് സംഖ്യയുടെ കൂടെ 2 ഗുണിക്കുന്നതായിരിക്കും ഇത് രണ്ടും കൂട്ടുന്നത്. അത് പഠിച്ചു വെക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഈ രണ്ട് സംഖ്യ കൂട്ടുന്നത് എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പറിന്റെ, വലിയ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും, ട്വൈസ് ആയിരിക്കും. ഇത് രണ്ടും കൂട്ടുക. 579 111 ആഡ് ചെയ്യുമ്പോ 9 1 10, ശിഷ്ടം 1, 7 1 8, 8 1 9, 5 1 6, 690. 690 ആണ് ആൻസർ കൂട്ടുമ്പോൾ കിട്ടുന്നത്. ഈ സംഖ്യ ലാർജസ്റ്റ് സംഖ്യയുടെ കൂടെ 2 ഗുണിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് സംഖ്യ ലാർജസ്റ്റ് നമ്പർ, ലാർജ് നമ്പർ എന്ന് പറയുന്നത് ഈ കിട്ടിയ 690നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അറുന്നൂറ്റി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 3 6, 3 into 2 6, 9 താത്തിറക്ക. ഡിവിഷൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും ബുക്കിലുണ്ട്, എല്ലാവരുടെയും ബുക്കിലുണ്ട്. ആദ്യം ഇത് സ്റ്റെപ്പ് എഴുതണം. അതിന്റെ താഴെ ഇത് ആഡ് ചെയ്യുന്നത്, അതിന്റെ താഴെ ഇത്. സൈഡിൽ വേണം കാൽക്കുലേഷൻസ് ചെയ്യാൻ. Two threes are 6. ഇത് കാണുന്നില്ല. Two threes are 6. 9 താത്തിറക്കണം. 4 twos are 8. 9 8 പോയ 1. 0 താത്തിറക്കുക. 5 twos are 10.
കുറയ്ക്കുമ്പോ 0. ഡിവിഷൻ കംപ്ലീറ്റ് ആയി. ആൻസർ 345. അപ്പൊ ലാർജ് നമ്പർ നമുക്ക് കിട്ടി. ബുക്കില് ഇങ്ങനെ തന്നെ എഴുതരുത് കേട്ടോ, താഴെ താഴെ വേണം എഴുതാൻ. ബോർഡില് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലായിട്ട് എഴുതിയത്. ആദ്യം സം എഴുതുക, ഡിഫറൻസ് എഴുതുക, രണ്ടും കൂടെ ആഡ് ചെയ്തത് എഴുതി. അത് കഴിഞ്ഞ് ലാർജ് നമ്പർ കണ്ടുപിടിക്കാൻ കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് ഭാഗിച്ചു. അതിന്റെ ഓപ്പറേഷൻ ആണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തതാണിത്. അത് സൈഡിൽ വേണം, ബുക്കിന്റെ വലത് സൈഡിൽ വേണം അത് എഴുതാൻ. ലാർജ് നമ്പർ കിട്ടിയാൽ സ്മോളർ എഴുതാം. എങ്ങനെ എഴുതും? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് സംഖ്യകളുടെ തുക 579. അതിനാണ് നമ്മൾ സ്റ്റെപ്പായിട്ട് താഴോട്ട് എഴുതുന്നത്. സമ്മെന്നും ഡിഫറൻസ് എന്നും ക്വസ്റ്റ്യനിലേത് എടുത്തെഴുതിയത് അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ സം എന്ന് പറയുന്നത് 579 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു സംഖ്യ നമുക്ക് കിട്ടി, വലിയ സംഖ്യ നമുക്ക് കിട്ടി. ചെറിയ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് മൈനസ് ചെയ്യണം. 579ൽ നിന്ന് 345 മൈനസ് ചെയ്യണം. 345 മൈനസ് ചെയ്യുക. 579 മൈനസ് 345. 9 minus 5 4, 7 minus 4 3, 5 minus 3 2. 234. Question which are the numbers എന്നായിരുന്നു. ഫസ്റ്റ് നമ്പർ കിട്ടി, ലാർജ് നമ്പർ കിട്ടി 345, സ്മോളർ നമ്പർ കിട്ടി 234. സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ഒരു ഓർഡറിൽ ഒന്നുകൂടെ എഴുതിയിടാം, ഇക്വേഷൻസ് ഒന്നുകൂടെ എഴുതിയിടാം. കാൽക്കുലേഷൻസ് ഈ സൈഡിൽ കിടപ്പുണ്ട്. സം 579, ഡിഫറൻസ് 111. ഇതിന്റെ രണ്ടിന്റെയും സം 579 പ്ലസ് 111 ഈക്വൽ ടു ലാർജസ്റ്റ് നമ്പറിന്റെ ട്വൈസ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ ഇരട്ടി. അങ്ങനെയെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടിയത് 690. അങ്ങനെയെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഇത് കൂട്ടുമ്പോൾ കിട്ടുന്നത് ലാർജസ്റ്റ് നമ്പറിന്റെ ഇരട്ടിയാണെങ്കിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ പകുതി. ഇരട്ടിയാണെങ്കിൽ അതിന്റെ പകുതിയാണ് നമ്പർ. 690/2. അതിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. 345. അങ്ങനെയെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ എങ്ങനെ എഴുതും? സ്മോളസ്റ്റ് നമ്പർ കിട്ടുന്നത് സമ്മിൽ നിന്നും ഈ കിട്ടിയ ലാർജസ്റ്റ് മൈനസ് ചെയ്യുക. 579 മൈനസ് 345. അതിന്റെ കാൽക്കുലേഷൻ ദാ ഇവിടെ കിടപ്പുണ്ട്. ഇതിന്റെ കാൽക്കുലേഷൻ ഇവിടെ ഉണ്ട്. ആൻസർ 234. 234. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ഈ വീഡിയോ തന്നെ, ഈ ക്ലാസ് തന്നെ നമുക്ക് റിപ്പീറ്റ് വീഡിയോ ആയിട്ട് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് വീണ്ടും കേട്ട് ഏതാണോ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഈ ക്ലാസ് ഈ ഒരു മോഡലിൽ നമ്മൾ ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട്.
എവിടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈഡിലോട്ട് അത് മലയാളത്തിൽ തന്നെ എഴുതിയിടുക. ഇപ്പൊ പേരന്റ് കണ്ടോണ്ടിരിക്കുകയാണ്, പേരൻസിനും ഡൗട്ട് കാണും. പേരൻസും എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒന്ന് ബുക്കിലോ എഴുതിയിടുക. എഴുതിയിട്ടാലുള്ള കാര്യം വീണ്ടും ഈ ക്ലാസ് ഇടുന്നുണ്ട്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എവിടെയാണ് ചിലപ്പോൾ ശ്രദ്ധ പോയപ്പോഴായിരിക്കാം, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം വീണ്ടും നിങ്ങൾക്ക് ആ വീഡിയോ കാണാനുള്ള സജ്ജീകരണം കൂടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നെറ്റ് സ്ലോ ആയാലും നമുക്ക് ആ ക്ലാസ് പിന്നീട് കേൾക്കാൻ പറ്റും. ഇതിപ്പോ ലൈവ് നിങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ഇരുന്ന് കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുക. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗണ്ട് ക്ലിയർ അല്ല എങ്കിലും ബോർഡ് ക്ലിയർ അല്ല എങ്കിലും മാത്രം ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകത്തില്ല, ഡിസ്റ്റർബൻസ് ആകും. അടുത്തത് ഫസ്റ്റ് ചാപ്റ്റർ 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ചാപ്റ്റർ 14ാമത്തെ ക്വസ്റ്റ്യൻ. 4 ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഇൻ ഓൾ ആണ് നമ്മുടെ ചാപ്റ്റർ 1. 4 ഫണ്ടമെന്റൽ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഇതിനെ പറ്റിയിട്ടൊക്കെ കുറെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ place value of 5 and 3 in 15,000 and 30? What is the difference between the place values of 5 and 3 in 15,000 and 30? ഓക്കെ, പ്ലേസ് വാല്യൂയും ഫേസ് വാല്യൂയും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ ക്ലാസ് ബേസിക് പറഞ്ഞു തന്നെ. പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് സ്ഥാനവില. ഒരു സംഖ്യ എടുത്താൽ അതിലെ ഡിജിറ്റ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, ഏത് സ്ഥാനത്താണ്, ഒറ്റയുടെ സ്ഥാനത്താണോ, 10ന്റെ സ്ഥാനത്താണോ, 100ന്റെ സ്ഥാനത്താണോ, 1000, 10,000, ഇങ്ങനെ ഓരോ സ്ഥാനം, അതാണ് പ്ലേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ സംഖ്യ, അതിന്റെ ഫേസ്, അത് ഏത് സംഖ്യയാണ്, അതാണ് ഫേസ് വാല്യൂ. അപ്പൊ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ സംഖ്യ, 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. എന്നാൽ അത് ഓരോ സ്ഥാനത്ത് വരുമ്പോ 3, 10ന്റെ സ്ഥാനത്ത് വരുമ്പോ അത് 3 അല്ല 30 ആകും. 5 1000ന്റെ സ്ഥാനത്ത് വരുമ്പോ 5 അല്ല, അത് 5000 ആകും. എന്നാൽ ഫേസ് വാല്യൂ 5 തന്നെ. പ്ലേസ് വാല്യൂ 5000. അപ്പൊ ഇവിടെ പ്ലേസ് വാല്യൂവിന്റെ സ്ഥാനത്തിന് മാറ്റം വരുന്നു. ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ സംഖ്യ അത് തന്നെ, അത് മാറുന്നില്ല. അപ്പൊ ഇതിന്റെ 5ന്റെ പ്ലേസ് വാല്യൂ 5 1000ന്റെ പ്ലേസിൽ കിടക്കുന്നത് കൊണ്ട് 5000. എന്നാൽ ഇതിന്റെ ഫേസ് വാല്യൂ 5 തന്നെ. ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനം. സെക്കൻഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ ടെൻസ് പ്ലേസ്, 10ന്റെ സ്ഥാനം. മൂന്നാമത്തെ പ്ലേസ് 100ന്റെ സ്ഥാനം, 100 പ്ലേസ്. 1000, 10,000. പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ. 5ന്റെ പ്ലേസ് വാല്യൂ 5000. 5 1000ന്റെ പ്ലേസിലായതുകൊണ്ട് 5000. Five into 1000, 5000.
എക്സാമിന് ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും കിടക്കുന്നത് ഓപ്ഷനിൽ, ഇങ്ങനെ ആയിരിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഇതാണേലും ശരിയാണ്. 3യുടെ പ്ലേസ് വാല്യൂ 3, 10ന്റെ പ്ലേസിൽ കിടക്കുന്നത് കൊണ്ട് 3 × 10 30. സംഖ്യ ഏത് പ്ലേസിലാണോ കിടക്കുന്നത് ആ പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അതിന്റെ പ്ലേസ് വാല്യൂ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് വാല്യൂസ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്ലേസ് വാല്യൂ എടുത്തെഴുതി. ഇനി അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യുക. 0ന്ന് 0 പോയാല് 0, 0ന്ന് 3 പോകില്ല. അപ്പൊ തൊട്ടടുത്ത സ്ഥാനത്തു നിന്ന് എടുക്കണം. തൊട്ടടുത്ത സ്ഥാനം 0 ആണ്, അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. വീണ്ടും തൊട്ടടുത്ത 1000ന്റെ സ്ഥാനത്തു നിന്ന് എടുക്കുമ്പോ ഇത് 4 ആകും, ഇത് 10 ആകും. പക്ഷെ ഈ 10ന്ന് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് എടുക്കും, ഇത് 10 ആകും, ഇത് 9 ആകും. ടെന്നിന്ന് 3 പോയ 7, 9 ആണ്, 0 അല്ല, അത് 9. 9ന്ന് പോകാൻ താഴെ സംഖ്യയൊന്നുമില്ല, അപ്പൊ 9 തന്നെ. ഇത് 5 അല്ല 4 ആയി, കടമെടുത്തോണ്ട് ഇത് 4970, 4970 രൂപ. പ്ലേസ് വാല്യൂസിന്റെ ഡിഫറൻസ് ആണ് പറഞ്ഞത്. ആൻസർ എന്താണ്? 4970. ഒരു വട്ടോടെ പറയാം. വാട്ട് ഈസ് ദ, ഇത് സ്റ്റെപ്പായിട്ട് എഴുതുക, ഇതുപോലെ തന്നെ ബുക്കിൽ എഴുതുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേസ് വാല്യൂസ് ഓഫ് 5 and 3 in 15,030? പ്ലേസ് വാല്യൂവും ഫേസ് വാല്യൂവും അറിയാം. പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ആ സംഖ്യ ഏത് പ്ലേസിലാണോ ആ വില. ഇപ്പൊ 10ന്റെ 1ന്റെ പ്ലേസിലാണെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10ന്റെ പ്ലേസിലാണെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100ന്റെ പ്ലേസിലാണെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 5ന്റെ പ്ലേസ് വാല്യൂ 1000 ആയതുകൊണ്ട് 5 × 1000 5000. 3യുടെ പ്ലേസ് വാല്യൂ 10ന്റെ പ്ലേസിലായതുകൊണ്ട് 3 × 10 30. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്നത് 0ന്ന് മൈനസ് ചെയ്യുമ്പോൾ ബോറോ ചെയ്യണം. തൊട്ടടുത്ത സ്ഥാനത്തുനിന്ന് വലിയ സ്ഥാനത്തുനിന്ന് കടമെടുക്കുക. അങ്ങനെ മൈനസ് ചെയ്ത് 4970 ആണ് ആൻസർ. ഓക്കെ, ഇനി കുറച്ച് പ്ലേസ് വാല്യൂസ് എഴുതാം. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ എഴുതാം. എക്സാമ്പിൾ ആണ്, ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്പർ മാറ്റി തരുക. ടെക്സ്റ്റിൽ ഇല്ല, നിങ്ങൾ 3ാമത്തെ നമ്പർ എന്ന് തന്നെ കൊടുത്തങ്ങ് എഴുതിയാ മതി. Okay, what is the difference between the place values of 7 and 2 in 75, 3, 2, 1? 75,321. 5 ഡിജിറ്റ് ഉണ്ട്.
അപ്പോ 1ന്റെ പ്ലേസ് 10ന്റെ പ്ലേസ് 100 പ്ലേസ് 1000 പ്ലേസ് 10,000 പ്ലേസ്. പ്ലേസ് വാല്യൂ ഓഫ് 7. 7ന്റെ പ്ലേസ് 10,000 ആയതുകൊണ്ട് 7 into 10,000. Place value of 2. Place value of 2. 2 into 2 കിടക്കുന്നത് 10ന്റെ പ്ലേസിൽ. 2 into 10. 20. ഡിഫറൻസ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പ്ലേസ് വാല്യൂവിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് സ്ലോ ഇപ്പൊ ഡിഫറൻസ് കാണുന്നത് 0 0 മൈനസ് ചെയ്യുക. 0യിൽ നിന്ന് 0 പോയ 0. കുറച്ചു മുമ്പ് ചെയ്ത പോലെ തന്നെ തൊട്ടടുത്ത സ്ഥാനത്തുനിന്ന് കടമെടുക്കണം. കാരണം 0യിൽ നിന്ന് 2 പോവില്ല. അപ്പൊ ഇവിടുന്ന് കടമെടുക്കാൻ പറ്റില്ല. അവിടെ 0. ഇവിടെയും 0. ഇവിടെ 7 ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുത്തു, അവിടുന്ന് ഇങ്ങോട്ട് കടമെടുത്തു, വീണ്ടും ഇങ്ങോട്ട്. അങ്ങനെ ചെയ്യുമ്പോ ഇത് 6 ആകും, ഇത് 9, ഇത് 9, ഇത് 10. ഇത് 9, ഇത് 9, ഇത് 9, ഇത് 6, ഇത് 10. കടമെടുത്ത് 0യെ 10 ആക്കി. 10ൽ നിന്നും 2 പോയാൽ 8. 9ൽ നിന്നും താഴെ സംഖ്യകളൊന്നുമില്ല. 9 തന്നെ. താഴെയും 9 തന്നെ. 69,980. 69,980. What is the difference between the place values of 7 and 2 in 75,321? 75,321 7ന്റെയും 2ന്റെയും പ്ലേസ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ഇപ്പൊ പ്ലേസ് വാല്യൂ എടുത്ത് എഴുതുന്നത് ഏത് പ്ലേസിലാണോ അതിനെ ആ പ്ലേസിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 എന്ന് പറയുന്നത് 10,000ന്റെ സ്ഥാനത്തായോണ്ട് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 10ന്റെ സ്ഥാനത്തായോണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ആയിട്ട് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം. ഡൗട്ട് ഉള്ളത് നോട്ട്ബുക്കിന്റെ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പേരൻസ് അത് നോട്ട് ചെയ്ത് പേരൻസിനും ഡൗട്ട് ഉള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അത് പിന്നീട് നമുക്ക് വീഡിയോ കണ്ട് ക്ലിയർ ചെയ്യാം, അല്ലാതെ ഡയറക്റ്റ് വിളിച്ചാലും ക്ലിയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഇപ്പൊ 5th ക്വസ്റ്റ്യൻ ആണ്. 5th 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ അധികം നമ്മൾ ചെയ്തു എക്സാമ്പിൾ ആയിട്ട്. സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ.
ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 4 ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണേ. നമ്മൾ ഒരെണ്ണം അധികം ചെയ്തു, മൂന്നാമത്തത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനാ. What is the value of 6 into 4 minus 2 divided by 2? ബോർഡ് മാസ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ബോർഡ് മാസ് അനുസരിച്ച് വേണം ഇത് ചെയ്യാൻ. 6 into 4 വീണ്ടും ബുക്കിലോട്ട് ഇത് തന്നെ എടുത്ത് എഴുതുക. ക്വസ്റ്റ്യനിൽ തന്നെ എഴുതാൻ നോക്കരുത്, എടുത്തെഴുതിയതിന് ശേഷം എഴുതുക. ബോർഡ് മാസ് അനുസരിച്ച് സൂം ചെയ്ത് നോക്കുക. വളരെ വ്യക്തമായിട്ട് സ്ക്രീനിൽ, ഞങ്ങൾക്ക് തന്നെ ഇവിടെ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. വ്യക്തമായിട്ട് കാണാം. നെറ്റ് കംപ്ലൈന്റ് ആയിരിക്കും, അതാണ്. ബ്രാക്കറ്റ് ഓപ്പൺ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതും പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്ക് 2 സ്റ്റെപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ 1 സ്റ്റെപ്പിൽ ചെയ്യാം. 2 സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞതനുസരിച്ച് ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിവിഷൻ നമ്മൾ ആദ്യം ചെയ്യും. 2 divided by 2 1 ആണ്. ബാക്കി അതുപോലെ എഴുതുക. ബിജു എന്ന പേരില് ഓൺലൈനിലുള്ള ആള് മ്യൂട്ട് ചെയ്യണേ, സൗണ്ട് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. 6 into 4 minus 1. നെറ്റിന്റെ പ്രശ്നമാണ്, അത് ക്ലിയർ ആയിക്കോളും. നെറ്റ് കറക്റ്റ് ആകുമ്പോൾ അത് ക്ലിയർ ആകും. അവിടുത്തെ ഫോണിന്റെ, അതാണ് ആദ്യമേ പറഞ്ഞത്, ഫോൺ നല്ല നെറ്റ് റേഞ്ച് ഉള്ളിടത്ത് വെച്ച് വേണം ക്ലാസ് കാണാൻ. ഇവിടെ അത് ക്ലിയർ ആണ്. 6 into 4 minus 1. അടുത്ത സ്റ്റെപ്പ് ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ 6 into 4 ആണ് അടുത്തത് ചെയ്യേണ്ടത്. മൈനസ് നമ്മൾ ചെയ്തിട്ടില്ല. 24 മൈനസ് അതുപോലെ 1 അതുപോലെ. ആൻസർ 23. 2 സ്റ്റെപ്പിൽ ചെയ്യാം, അല്ലാതെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിലും ചെയ്യാൻ പറ്റും. ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരു പ്ലസോ മൈനസോ വെച്ച് വേർതിരിച്ചേക്കുവാണെങ്കിൽ രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. 24 ഫോൺ ചരിച്ചാണോ വെച്ചിരിക്കുന്നത്? ഫോൺ നേരെ വെക്കാതെ ലാൻഡ്സ്കേപ്പ്. ഓട്ടോ റൊട്ടേറ്റ് ഓൺ ആക്കിയിട്, റൊട്ടേഷൻ ഓൺ ആക്കുക, എന്നിട്ട് ഫോൺ അങ്ങ് ചരിച്ചാ മതി. ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓട്ടോ റൊട്ടേഷൻ ഓൺ ആക്കിയാൽ ഫോൺ ചരിക്കുമ്പോൾ സ്ക്രീൻ ഫുൾ ആകും. ഇങ്ങനെ വെക്കുക. ഇത് കുട്ടികൾക്ക് അറിയില്ല, പേരൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. കാരണം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് ക്ലിയർ ചെയ്ത് നിന്നാൽ ടൈം ഇങ്ങനെ പോകും.
ഫോൺ കറക്റ്റ് ആയിട്ട് വെക്കണം. അത് പേരൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേ. ഫോൺ ചരിച്ച് വെക്കുക ലാൻഡ്സ്കേപ്പ് ആയിട്ട്. റൊട്ടേഷൻ ഓൺ ആക്കി ഇട്ടാ മതി. ബോർഡിന്റെ മാക്സിമം ബോർഡിന്റെ സെന്ററിലായിട്ടാണ് എഴുതുന്നത്. ഓക്കെ. 6 into 4 24 മൈനസ് അതുപോലെ എഴുതുക. 2 divided by 2 1. ഒറ്റ സ്റ്റെപ്പില് ആൻസർ കിട്ടുന്നു. രണ്ടായിട്ട് ചെയ്യാം. തെറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം. അപ്പൊ ആദ്യം ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ നോക്കണം. അടുത്തത് ടെക്സ്റ്റിലുള്ളതല്ല, ഇതേ പ്രോബ്ലം തന്നെ നമ്പേഴ്സ് മാറ്റി ചെയ്യാം. ഏതെങ്കിലും വ്യക്തമല്ലെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കുക. ഒരേ പ്രോബ്ലം തന്നെ 2 രീതിയിലുള്ളതാണ് എഴുതിയത്. എളുപ്പ വഴിയാണ് എഴുതിയേക്കുന്നത്. അടുത്തത് സ്ക്രീൻ മ്യൂട്ട് ചെയ്യ്. കാരണം ക്വസ്റ്റ്യൻസിന്റെ താഴെയാണ് ആൻസർ എഴുതി പോന്നെ. ആദ്യമേ ഇത് ക്ലിയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ എഴുതുന്നു, സ്റ്റെപ്പായിട്ട് താഴോട്ട് എഴുതുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ ചെയ്യിപ്പിച്ചത്. ഇനി ആരും ഡൗട്ട് ചോദിക്കണ്ട, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്പേഴ്സ് മാറ്റുകയാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ട് ഡൗട്ട് ഉള്ളത് ഒന്നുകൂടെ ഈ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, അതും പറഞ്ഞു തന്നതാ. ആ വീഡിയോയിൽ ഒന്നുകൂടെ കണ്ടിട്ട് ക്ലിയർ ചെയ്താൽ മതി. ഫിഫ്ത് ക്വസ്റ്റ്യൻ. What is the value of 8 into 2 minus 6 divided by 3? എന്താണെന്ന് കണ്ടുപിടിക്കുക, വില കണ്ടുപിടിക്കുക. ഇത് ക്വസ്റ്റ്യൻ അന്നേരം വീണ്ടും ബുക്കിലോട്ട് എഴുതുക. ടൈം തരുന്നുണ്ട് എഴുതാൻ. ഈ ടൈം ഇപ്പൊ തന്നെ അങ്ങ് എഴുതിക്കോളൂ ബുക്കിലോട്ട്. ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാന്നുള്ളതാണ് കാണിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ബോർഡ് മാസ് അനുസരിച്ച് ഡിവിഷൻ ആദ്യം ചെയ്യാം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇത് രണ്ടും ഒരു മൈനസോ പ്ലസോ വെച്ച് വേർതിരിച്ചേക്കുവാണെങ്കിൽ രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. 8 into 2 16 മൈനസ് 6 divided by 3. 6നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 3ന്റെ ടേബിളിൽ എപ്പോഴാണ് 6 വരുന്നത് നോക്കുക. 1 3s are 3, 2 3s are 6. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായി പഠിച്ചിട്ട് വേണം അടുത്ത ദിവസമുള്ള ക്ലാസ്സുകളിൽ ഇരിക്കാൻ. (16 minus 3) 16 minus 2 14. ചിഞ്ചു എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട കേട്ടോ. കാരണം അങ്ങനെ പറയാനാണെങ്കിൽ എല്ലാവരും പറയണം ചെയ്തു എന്ന് പറയും. അപ്പം സൗണ്ട് ആകും, ക്ലാസ് ഡിസ്റ്റർബ് ആകും.
കേട്ടോ. വീഡിയോ നമ്മൾ പിന്നീട് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ടല്ലോ. എല്ലാവരും ചെയ്യുന്നുണ്ട്, അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. What is the value of the expression (12 minus 8) 12 minus 8 divided by 4 plus 3 into 2. That's the question. What is the value of the expression 12 minus 8 divided by 4 plus 3 into 2? ഇവിടെയും ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരു പ്ലസ് വെച്ച് വേർതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അതിന്റെ ആൻസർ അങ്ങ് എഴുതാം. 12 മൈനസ് അതുപോലെ എഴുതുക, ഈക്വൽ ടു 12 മൈനസ് 8 ഡിവൈഡ് ബൈ 4 2 പ്ലസ് 3 ഇൻറ്റു 2 6. ഇവിടെ മൈനസും പ്ലസും, സബ്ട്രാക്ഷൻ ആൻഡ് അഡീഷൻ. ബോർഡ് മാസ് അനുസരിച്ച് അഡീഷൻ ആദ്യം, സബ്ട്രാക്ഷൻ രണ്ടാമത്. ഈ പറഞ്ഞ പോലെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ സ്റ്റെപ്പിൽ ചെയ്യുന്ന പോലെ അഡീഷനും സബ്ട്രാക്ഷനും ആദ്യം അഡീഷൻ തന്നെ ചെയ്യണം എന്നില്ല. ഏത് രീതിയിൽ ചെയ്താലും കറക്റ്റ് ആൻസർ ആയിരിക്കും കിട്ടുന്നത്. 12 ന്ന് 2 കുറയ്ക്കുക, അതാണ് ഇവിടെ കിടക്കുന്നത്. 12 ന്ന് 2 പോയാൽ 10, 10 പ്ലസ് 6 10 പ്ലസ് 6 16. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 12ഉം 6ഉം കൂടെ കൂട്ടാം. 12 പ്ലസ് 6 ചെയ്തിട്ട് 2 മൈനസ് ചെയ്യാം. 18 മൈനസ് 2 16. ഈ രണ്ട് രീതിയിൽ ചെയ്താലും ഒരു രീതിയിലുള്ളത് അങ്ങ് എഴുതിയിട്ടിരുന്നാൽ മതി. ആദ്യം മൈനസ് ചെയ്തിട്ട് പ്ലസ് ചെയ്യുക. 10 പ്ലസ് 6 16. ബോർഡ് മാസ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷന്റെ ഓർഡർ നോക്കുക, പ്ലസ് മൈനസ് നോക്കുക. ഒന്നിച്ച് അതെ നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. $90,000 ഇത് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിലെ 45 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 90,000 99 .
can be expressed as can be expressed as 90,099. നമ്മൾ വേർഡ്സിൽ എഴുതുന്നതാണ്. നമ്പേഴ്സ് വേർഡ്സിൽ എഴുതിയിരിക്കുന്നു. അതിനെ എങ്ങനെ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യും? 90,099. ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള പ്ലേസ് ഏതാണെന്ന് നോക്കുക. 90,000 ആണ്. 90 എന്നുള്ളത് നമുക്കറിയാം 90. 90,000 എന്ന് പറയുമ്പോൾ അത് 10,000ന്റെ പ്ലേസിലാണ്. 90,000. ഇപ്പൊ രണ്ട് പ്ലേസ് ഓൾറെഡി വന്നു. 1000 പ്ലേസും 10th പ്ലേസും. 99. 90,000 and 99. Ones, tens, hundreds, 1000. 90,099 can be expressed as 90,000 എന്നാ വന്നത്. 9,000 എന്നല്ലല്ലോ വന്നത്. അപ്പോ ഇവിടെ വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100 പ്ലേസ് കഴിഞ്ഞ് 1000 പ്ലേസ്. അങ്ങനെയാണെങ്കിൽ 9,000 എന്നേ വരുള്ളൂ. ഇതിപ്പോ 90,000 ആയതുകൊണ്ട് 100ന്റെ പ്ലേസ് ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ കയ്യിൽ വൺസ് പ്ലേസ് 9 ഉണ്ട്, ടെൻസ് പ്ലേസ് ഉണ്ട്, 1000ന്റെ പ്ലേസും ഉണ്ട്, 10,000ന്റെ പ്ലേസും ഉണ്ട്. എന്നാൽ 100 പ്ലേസ് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. ശേഷം 99 എഴുതുക. 90,000 and 99 എന്ന ആൻസർ 90,099. 90099. അടുത്ത ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. 8 ടെക്സ്റ്റിലെ നമ്പർ 52. ടെക്സ്റ്റിലെ നമ്പർ 52. 70,000 805. 805 is represented by the numeral. Is represented by the numeral. ന്യൂമറൽ എന്ന് പറഞ്ഞാൽ സംഖ്യ എഴുതുക. 70,805 ഇതാണ് വേർഡ്സിലുള്ളത്. അതിനെ നമ്പറിലോട്ട് മാറ്റുക. 5 വെറും 5 1ന്റെ പ്ലേസ്. 1ന്റെ പ്ലേസ് കഴിഞ്ഞ് അപ്പൊ നമ്മൾ 1ന്റെ പ്ലേസോട്ട് തുടങ്ങുക. 5 വന്നിട്ടുണ്ട്, 100 പിന്നെ ഉള്ളത്. അപ്പൊ 5 ഉണ്ട്, 100. 5 കഴിഞ്ഞ് നേരെ 100ലോട്ട് പോയി. അപ്പൊ 10ന്റെ പ്ലേസ് അവിടെ നമ്പർ ഇല്ല. അതിന്റെ അർത്ഥം 0. അടുത്തത് 100. ഏത് 100? 800. 8. 1000 ഇനി അടുത്തത്. ഏത് 1000? 70,000. 7,000 അല്ല, 70,000. 70805. ഏത് പ്ലേസ് ആണോ പറയാത്തത് അത് 0 ഇടുക. ബാക്കിയെല്ലാം അതുപോലെ. അപ്പോ നമുക്ക് 1ന്റെ പ്ലേസോട്ടും എഴുതി തുടങ്ങാം,
ഏറ്റവും വലിയ പ്ലേസ് തൊട്ടും എഴുതി റൈറ്റ് സൈഡിലോട്ടും പോകാം, എഴുതി ലെഫ്റ്റ് സൈഡിലോട്ടും വരാം. ഇനി ഇതിപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ എഴുതിയതാ. റൈറ്റ് സൈഡിൽ നിന്ന് എങ്ങനെ പറയും? 70,000 70 70 എന്നാ, അത് 1000ന്റെ പ്ലേസിൽ. അപ്പൊ അത് കഴിഞ്ഞു. 70,000. അപ്പോ 10,000ന്റെ പ്ലേസും കഴിഞ്ഞു, 1000ന്റെ പ്ലേസും കഴിഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുന്നത് 800. നമുക്കറിയാം 10,000 കഴിഞ്ഞാൽ 1000 ആണ്, 1000 കഴിഞ്ഞാൽ 100 ആണ്. അപ്പൊ 100ന്റെ പ്ലേസ് 800 ആണ്. 100 കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ളത് 10ന്റെ പ്ലേസാ, പക്ഷെ നേരെ 5 ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ? 100 കഴിഞ്ഞ് 10 ഇല്ല, നമ്പർ ഇല്ല അവിടെ, അത് കഴിഞ്ഞ് 5 ആണ്. അപ്പൊ 5 70805 70,805. ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ചെയ്യാൻ പറ്റും, പക്ഷെ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 70,000 എന്നൊക്കെ പറയുമ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏത് പ്ലേസ് ആണോ അവിടെ ഇല്ലാത്തത് അതിനെ 0 ഇട്ടിട്ട് നമ്മൾ എഴുതുക. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ 70,000 എന്നല്ല 7,000 എന്നായിരുന്നെങ്കിൽ ആൻസർ എങ്ങനെയായിരുന്നു? ആൻസർ എങ്ങനെയാണെന്ന് പറയാം. 7,803 7,803. Yes. ഓക്കെ, ഇവിടെ 7,000. ഇപ്പൊ ലെഫ്റ്റിൽ നിന്ന് എഴുതി തുടങ്ങിക്കേ. 3 ആണ്, വെറും 3. 3ക്ക് കഴിഞ്ഞ് 3ക്ക് ലെഫ്റ്റ് സൈഡിൽ 10 ഇല്ല, അപ്പൊ 0 കൊടുത്തു. അത് കഴിഞ്ഞ് 100 8 തന്നെയാണ്, 8 ഇട്ടു. അത് കഴിഞ്ഞ് 1000 ആണ്, 7,000. 7 എന്ന് പറഞ്ഞാൽ 7, അതായത് 1000ന്റെ പ്ലേസിൽ 7. അപ്പൊ 7,803. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് എങ്ങനെ എഴുതും? റൈറ്റ് സൈഡിൽ നിന്ന് 7,000, നേരത്തെ 70 ആയിരുന്നു, അപ്പൊ 70 ഇട്ടു. ഇവിടെ 7,000 ആണ്, 7 ഇട്ടു. അപ്പൊ 1000ന്റെ പ്ലേസിൽ 7 വന്നു. ആൻഡ് 800, 8 100ന്റെ പ്ലേസിൽ 800 വന്നു. അത് കഴിഞ്ഞ് 3 ആണ്, എന്നാൽ അവിടെ 10ന്റെ പ്ലേസ് ഇല്ല, വെറും 3 പറഞ്ഞതുകൊണ്ട് 0 ഇട്ടിട്ട് 3 എഴുതുക. 10ന്റെ പ്ലേസ് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ 0 10ന്റെ പ്ലേസ്, 3 1ന്റെ പ്ലേസ്. 7803. Next question 57. Question number 57. പത്താമത്തെ ക്വസ്റ്റ്യൻ. നോട്ട്ബുക്കിൽ 10ാമത്തത്, ടെക്സ്റ്റിലേത് 57. The only prime number between 90 and 100. Between 90 and 100. The only prime number between 90 and 100. 100നും 90നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പർ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രൈം നമ്പർ ഘടകങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു സംഖ്യക്ക്
ആ സംഖ്യയും ഒന്നും മാത്രമായിട്ട് ഘടകമായി വരുന്നതാണ് പ്രൈം നമ്പേഴ്സ്, അവിഭാജ്യ സംഖ്യകൾ. ഫോർ എക്സാമ്പിൾ 2. 2 ആണ് ആദ്യത്തെ പ്രൈം നമ്പർ. നമുക്കറിയാം 2വിന് 2ഉം 1ഉമാണ് അതിന്റെ ഘടകങ്ങൾ. 2വിനെ 2 കൊണ്ട് നമുക്ക് ഭാഗിക്കാം, 2വിനെ 1 കൊണ്ട് ഭാഗിക്കാം. വേറെ ഒരു സംഖ്യ കൊണ്ടും ഭാഗിക്കാൻ പറ്റില്ല. 5നെ 5 കൊണ്ട് ഭാഗിച്ചാൽ 1 കിട്ടും, 5നെ 1 കൊണ്ട് ഭാഗിച്ചാൽ 5 കിട്ടും. ഇത് രണ്ടും. അപ്പം 2, 3, 5 അങ്ങനെ അങ്ങോട്ട് പോകും. പ്രൈം നമ്പേഴ്സ് എഴുതിപ്പിച്ചിട്ടുള്ളതാ. അപ്പൊ 90 മുതൽ 100 വരെയുള്ള സംഖ്യകൾ, 90 ബിറ്റ്വീൻ 90 ആൻഡ് 100 എന്നാ പറഞ്ഞത്. അപ്പൊ 91, 92, 93, 94, 95, 96, 97, 98, 99. ഇത് ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കിയാൽ മതി. 91, 92, 93, 94, 95, 96, 97, 98, 99. ഇതില് 97 ആണ് ഒരേ ഒരു പ്രൈം നമ്പർ. ബാക്കി എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാ. അത് ഇന്ന് ഇരുന്ന് ഓരോന്നിന്റെയും ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി വെച്ചാൽ മതി. ഡൗട്ട് ഉള്ളത് ആ ഗ്രൂപ്പിൽ ഇടാം, ക്ലിയർ ചെയ്ത് തരാം. ഇതിലെ പ്രൈം നമ്പർ 97 ആണ്. ബാക്കിയുള്ളതിനെല്ലാം ഘടകങ്ങളുണ്ട്. പല ഓരോ ടേബിളിലും ഇതിന്റെ ഇത് ആൻസർ ആയിട്ട് വരും. 91 ആൻസർ ആയിട്ട് വരും, 92 ആൻസർ ആയിട്ട്, 93 ആൻസർ ആയിട്ട് പല നമ്പറുകളുടെ ടേബിളിൽ വരുന്നുണ്ട്. ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ്, അവിഭാജ്യ സംഖ്യകൾ. 1 മുതൽ 100 വരെ ഉള്ളത് ഹോംവർക്ക് ഒക്കെ തന്നെ എഴുതിപ്പിച്ചിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം ഒന്നും ആ സംഖ്യയും അല്ലാതെ മറ്റ് സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ സംഖ്യകളും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 1 മുതൽ 100 വരെ ഉള്ളത് ചെയ്യിപ്പിച്ചതായിരുന്നു. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ആ ബുക്കിലെ ആദ്യത്തെ പേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ 11ാമത്തെ. നമ്പേഴ്സ് മാറ്റിയിടുകയാണ്. 10 and 20. എത്ര? ഒള്ളി പ്രൈം നമ്പർ എന്ന് അന്നേരം പറയണ്ട. ദ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ, ക്വസ്റ്റ്യൻ എഴുതണം. ദ പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 20. ബിറ്റ്വീൻ 10 and 20 ആണ്. അപ്പൊ 11, 12, 13, 14, 15, 16, 17, 18, 19. ഈ സംഖ്യകളിൽ ഏതൊക്കെയാണ്? ഞാനോ അങ്ങനെ the prime numbers between 10 and 20. The only prime number എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് പ്രൈം നമ്പേഴ്സ് ഇതിൽ വരുന്നുണ്ട്. 11, 12, 13, 14, 15, 16, 17, 18, 19. ഇതിൽ പ്രൈം നമ്പേഴ്സ്, അതായത് ഒരുപാട് ടേബിളിൽ ആവർത്തിച്ച് ആൻസർ ആയിട്ട് വരാത്ത സംഖ്യകൾ, ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ. ഒന്നാമത്തെ 11 എടുക്കുക. 11നെ 11 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 11 ഒരു അവിഭാജ്യ സംഖ്യയാണ്. 12 അവിഭാജ്യ സംഖ്യ അല്ല, പ്രൈം നമ്പർ അല്ല. കാരണം മിക്കവാറും എല്ലാ ടേബിളിലും
1ന്റെ ടേബിളിലുണ്ട്, 2ന്റെ ടേബിളിലുണ്ട്, 3യുടെ ടേബിളിലുണ്ട്, 4ന്റെ ടേബിളിലുണ്ട്, 6ന്റെ ടേബിളിലുണ്ട്, 12ന്റെ ടേബിളിലുണ്ട്. അപ്പൊ 12 എന്ന് പറയുന്നതിന്റെ ഘടകങ്ങളാണ് 2, 3, 1, 2, 3, 4, 6. 1, 2, 3, 4, 6, 12. 12 പ്രൈം നമ്പർ അല്ല. അടുത്തത് 13. 13നെ 13 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 13 പ്രൈം നമ്പർ ആണ്. 14 പ്രൈം നമ്പർ അല്ല. 14ന് ഘടകങ്ങളുണ്ട്. 1, 2, 7, 14. 1, 2, 7, 14. അങ്ങനെ ഇതിനകത്ത് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത് 11, 13, 15. 15ന്റെ ഘടകങ്ങള് ഉണ്ട്. 3, 5, 15, 1. 16 ഇല്ല. 17, 19. ഓക്കെ. അപ്പൊ ഇതിനകത്ത് 4 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. 11, 13, 17, 19. ആൻസർ. ടെൻ ടു 20യില് 4 പ്രൈം നമ്പേഴ്സ്. അങ്ങനെയും കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. 1 മുതൽ 10 വരെ എത്ര എണ്ണം ഉണ്ട്, 10 മുതൽ 20 വരെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ട്, 20 മുതൽ 30 എത്ര എണ്ണം ഉണ്ട്, അങ്ങനെ പഠിച്ചു വെക്കുന്നത് നല്ലതാ. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഓർഡർ ഒന്ന് പറഞ്ഞു തരാം. അതിന്റെ എണ്ണം 100 വരെയുള്ളതിന്റെ എണ്ണം എങ്ങനെയാ വരുന്നത്, 10 10 വീതം എണ്ണം വരുന്നത് പറഞ്ഞു തരാം. അടുത്ത ക്വസ്റ്റ്യൻ, സെയിം ഇതിന്റെ പ്രൈം നമ്പേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 60. 12ാമത്തെ ക്വസ്റ്റ്യൻ. Two, 3, 5, 7, 11 and 3 and 13 are dash. 2, 3, 5, 7. 2, 3, 5, 7, 11 are dash. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് ഈ സംഖ്യകളുടെ പ്രത്യേകത. 2, 3, 5, 7, 11 and 30 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് ആണ്. ആൻസർ പ്രൈം നമ്പേഴ്സ്. ഒറ്റ സംഖ്യകളല്ല, കാരണം 2 ഒരു ഇരട്ട സംഖ്യ. മൊത്തം ഇരട്ട സംഖ്യകളും അല്ല. 3, 5, 7, 11, 13 ഒറ്റ സംഖ്യകളാണ്. അപ്പൊ എല്ലാം ഇരട്ട സംഖ്യയും അല്ല, ഓഡ് നമ്പറും അല്ല, ഈവൻ നമ്പറും അല്ല. പൊതുവായിട്ടുള്ള അതിന്റെ സവിശേഷത പ്രൈം നമ്പേഴ്സ്. ഓഡ് നമ്പർ ഒറ്റ സംഖ്യകള്. അതായത് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ പെയർ ചെയ്യുമ്പോൾ ഒരെണ്ണം മാറി നിൽക്കും. ഇപ്പൊ 3 എന്ന് പറയുന്നതിനകത്ത് 2 കൊണ്ട് ഭാഗിക്കാൻ പറ്റാത്ത സംഖ്യകൾ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക. ഇപ്പൊ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ, ഒറ്റയായിട്ട് നിൽക്കുന്ന സംഖ്യകൾ ഇത്ര ഒറ്റ സംഖ്യകളാ. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ. അപ്പൊ 2 ഇവിടെ ഇരട്ട സംഖ്യ. അപ്പം എല്ലാത്തിനും കൂടെ ബാധകമായിട്ടുള്ളത് പ്രൈം നമ്പേഴ്സ്, അവിഭാജ്യ സംഖ്യകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 15
74ാമത്തെ ക്വസ്റ്റ്യൻ പേജ് ടെക്സ്റ്റിലെ 74. 13ാമത്തെ ക്വസ്റ്റ്യൻ 74 ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? What is the next number in the series in the series 1, 5, 9, 13? 1, 5, 9, 13 ഡാഷ് ഡാഷ്. സീരീസിലെ ഈ കൊടുത്തിരിക്കുന്ന സീരീസിലെ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്? ഇതൊരു സീരീസ് ആണ്, ഒരു ശ്രേണിയാണ്. ആ ശ്രേണി പോയിരിക്കുന്നത് ഏതെങ്കിലും ഒരു പൊതുസംഖ്യ കൂട്ടിക്കൂട്ടി ആയിരിക്കും. ചിലപ്പോൾ കൂട്ടിയായിരിക്കും, ചിലപ്പോൾ കുറച്ചായിരിക്കും പോകുന്നത്. ഇവിടെ 1, 5, 9, 13. അടുത്ത രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നിന്റെ കൂടെ എന്ത് ആഡ്, ഇപ്പൊ ഒന്നിനേക്കാൾ വലിയ സംഖ്യ മുന്നിൽ കിടക്കുന്നത്, ഇപ്പൊ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടുന്നത് എന്ന് നോക്കണം. അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക, അതാണ് എളുപ്പം. അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. 5-ന്ന് 1 പോയാൽ 4, 9-ന്ന് 5 പോയാൽ 4, 13-ന്ന് 9 പോയാൽ 4. അപ്പൊ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അതിന്റെ അർത്ഥം 4 വീതം കൂട്ടിക്കൂട്ടി പോകുന്നു. പ്ലസ് ചെയ്ത് അടുത്ത സംഖ്യ വരുന്നത്. അപ്പൊ ഇനി അടുത്ത നമ്മുടെ ഈ ഡാഷ് കിടക്കുന്ന സംഖ്യ എന്തായിരിക്കും? 13ന്റെ കൂടെ 4 ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ 4. എല്ലാത്തിന്റെയും കൂടെ 4 ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 + 4 5, 5 + 4 9, 9 + 4 13, 13 + 4 13. അടുത്തത് വരുന്നത് 13 + 4 ആയിരിക്കും, അതായത് 17. അടുത്തത് വരുന്നത് 17 + 4 ആയിരിക്കും, 21. അത് മനസ്സിലായോ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ? സീരീസിലെ നമ്പർ കണ്ടുപിടിക്കുന്നത് തൊട്ടടുത്ത സംഖ്യകളുടെ വ്യത്യാസം നോക്കുക. എന്നിട്ട് ആ സംഖ്യ ആയിരിക്കും എല്ലായിടത്തും കൂട്ടിക്കൂട്ടി ആഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എഴുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ. 14. ക്വസ്റ്റ്യൻ നമ്പർ 14. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ 78. 10 + 10 ഡിവിഷൻ 10 + 10. മറ്റ് 10 + 10 ഡിവൈഡഡ് ബൈ 10 + 10. ബോർഡ് മാസ് ആണ്, എളുപ്പമാ. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ഇവിടെ ആദ്യം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ആദ്യം ഡിവിഷൻ ചെയ്യുക. 10 ഡിവൈഡഡ് ബൈ 10 1. ബാക്കിയെല്ലാം അതുപോലെ എഴുതണം. വ്യക്തമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് ക്ലാസ്സിൽ. 10 + 1 + 10. ഡിവിഷൻ ഒന്നേ ഉള്ളായിരുന്നു, അത് നമ്മൾ ചെയ്തു. അതിന്റെ ആൻസർ കിട്ടി. അപ്പൊ ആ 2 10 അവിടുന്ന് മാറി, ഈ 2 10 അവിടുന്ന് മാറി.
ഈ 2 10 മാറി കഴിഞ്ഞിട്ട് ഇത് രണ്ടും നമ്മളൊന്നും ചെയ്തില്ല, കാരണം അഡീഷനാ. അപ്പം ഇതിന്റെ ആൻസർ 1. 10 പ്ലസ് 1 പ്ലസ് 10. 10 പ്ലസ് 1 11. 11 പ്ലസ് 10 21. ബോർഡ് മാസ് ആണ്, എളുപ്പം ചെയ്യാവുന്നതാ. അടുത്ത പ്രോബ്ലം. ഇതിനകത്ത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ എഴുതാം. വാട്ട് ഈസ് ദ face value and place value of 9 in 89,420. What is the face value and place value of 9 in 89,420? 89420. First one, face value. എന്താണ് face value? എന്താണ് place value? Face value എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ. ഏതൊരു സംഖ്യയുടെയും ഫേസ് വാല്യൂ ആ സംഖ്യ തന്നെ. 0യുടെ ഫേസ് വാല്യൂ 0 തന്നെ. 1ന്റെ ഫേസ് വാല്യൂ 1 തന്നെ. 100ന്റെ ഫേസ് വാല്യൂ 100 തന്നെ. ഇവിടെ 0യുടെ ഫേസ് വാല്യൂ 0. എന്നാൽ 0യുടെ പ്ലേസ് വാല്യൂയോ? പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഏത് സ്ഥാനത്താണോ കിടക്കുന്ന അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് 1ന്റെ സ്ഥാനത്ത് കിടക്കുന്നു, ഇത് 10ന്റെ സ്ഥാനത്ത്, 100, 1000, 10,000. 9ന്റെ ഫേസ് വാല്യൂ 9ന്റെ ഫേസ് വാല്യൂ 9 തന്നെ. ഏതൊരു സംഖ്യയുടെയും ഫേസ് വാല്യൂ അത് തന്നെ. എന്നാൽ പ്ലേസ് വാല്യൂ സ്ഥാനവില, മുഖവിലയും സ്ഥാനവിലയും. പ്ലേസ് വാല്യൂ ഏത് പ്ലേസിലാണോ കിടക്കുന്നത് ആ പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് 1ന്റെ പ്ലേസ്, ഇത് 10ന്റെ പ്ലേസ്, 100, 1000, 10,000. 9 1000ന്റെ പ്ലേസിൽ കിടക്കുന്നത് കൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 9,000. ഒറ്റ, 10, 100, 1000, 10,000. 9 കിടക്കുന്നത് 1000ന്റെ സ്ഥാനത്ത്. 1000 കൊണ്ട് ഗുണിച്ചു, 9,000. അപ്പം ഏതൊരു സംഖ്യയുടെയും ഫേസ് വാല്യൂ അത് തന്നെ. ഏതൊരു സംഖ്യയുടെയും പ്ലേസ് വാല്യൂ അത് ഏത് പ്ലേസിലാണോ കിടക്കുന്നത് അതായിരിക്കും. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. What is the face value and place value of 5 in 520? 16th, 16ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫേസ് വാല്യൂ ആൻഡ് പ്ലേസ് വാല്യൂ ഓഫ് 5 in 520? 5 കിടക്കുന്നത് ഒറ്റ 10 100.
ഒറ്റ 10 100 1ന്റെ പ്ലേസ് 10ന്റെ പ്ലേസ് 100ന്റെ പ്ലേസ് 100ന്റെ പ്ലേസിൽ കിടക്കുന്നത് കൊണ്ട് പ്ലേസ് വാല്യൂ മാറും. എന്നാൽ ഫേസ് വാല്യൂ അത് തന്നെ. 500ൽ കിടന്നാലും 10ന്റെ പ്ലേസിൽ കിടന്നാലും 1ന്റെ പ്ലേസിൽ കിടന്നാലും ആ സംഖ്യ തന്നെയാണ് ഫേസ് വാല്യൂ, നമ്മൾ കാണുന്ന സംഖ്യ. എന്നാൽ പ്ലേസ് 5ന്റെ വില മാറുക, അതാണ് സ്ഥാനവില. വില മാറുമ്പം 100ൽ വരുമ്പം 500ൽ വരുമ്പോ അത് 500 ആയിട്ട് മാറുന്നു. ഇന്ന് ചെയ്ത പ്രോബ്ലംസ് ഇത് സ്റ്റെപ്പായിട്ട് ചെയ്യുക. 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൃത്തിയായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്ത് മനസ്സിലാക്കുക. ഇതേ മോഡൽ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ തന്നെ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യണം. ഡൗട്ട് ഉള്ളത് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇപ്പൊ മാത്സ് കഴിഞ്ഞു. അടുത്ത നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ബുക്കിൽ ഉണ്ടായിരിക്കണം. ഡൗട്ട് ബുക്കിന്റെ സൈഡിൽ എഴുതിയിടുക. പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാം, ഗ്രൂപ്പിലിടാം. അടുത്തത് ഇപ്പൊ മാത്സ് കഴിഞ്ഞു. അടുത്തത് മെന്റൽ എബിലിറ്റിയും പാസേജും ആണ്. ലാംഗ്വേജ് എടുക്കാം. അടുത്തത് ഈ ക്ലാസ് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ സെയിം ക്ലാസ്സിന്റെ വീഡിയോ വീഡിയോ ഇടുന്നതായിരിക്കും ഗ്രൂപ്പിൽ. വീണ്ടും അത് കണ്ട് ക്ലിയർ ചെയ്യാം. കണ്ട് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും ഗൂഗിൾ ക്ലാസ്സിൽ. പാസേജ് ആരും ബുക്കിൽ എഴുതണ്ട. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അതിൽ അടയാളപ്പെടുത്തിയിരുന്നാ മതി. അർത്ഥമൊക്കെ അതിൽ തന്നെ എഴുതിയിരുന്നാ മതി. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ഉടനെ വാങ്ങിക്കുക. ടെക്സ്റ്റ് ഇല്ലാത്തവർ ഇന്ന് തന്നെ വാങ്ങണം. പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളത് എഴുതണ്ട. ഇന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് ബുക്കിലോട്ട് എഴുതി ക്വസ്റ്റ്യനും ആൻസറും ബുക്കിൽ എഴുതി വെക്കുക. ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ബുക്ക് സ്റ്റാളിൽ കിട്ടും. ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വർക്ക്ഷീറ്റ് 1 വർക്ക്ഷീറ്റ് 2 ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വർക്ക്ഷീറ്റ് 1 പാസേജ് 2 വർക്ക്ഷീറ്റ് 1 പാസേജ് 2 പേജ് നമ്പർ പലർക്കും ചിലപ്പോൾ പലതായിരിക്കാം. പേജ് നമ്പർ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എടുക്കുക. നമ്മുടെ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്ന എടുക്കുക. വർക്ക്ഷീറ്റ് 1 പാസേജ് 2 പാസേജ് വായിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. Weather causes a change in our food habits, clothing and activities. We dress according to the weather. In winter, we wear heavy woolen clothes. We like to play and sit out in the sun.
The sitting rooms are heated by electric heaters or burning fire. We bath with the hot water. During summer, we wear soft and light colored cotton clothes and prefer to remain indoors under a fan or in the shade of a tree. We get tired soon in hot weather and feel uncomfortable. Rain brings relief from hot weather, but in the rainy season, we feel sticky and sweat a lot. The foggy and stormy weather can cause trouble and even accidents. Movements of vehicles on the road, sports and outings become difficult. Flights are delayed and even cancelled due to fog because visibility becomes very poor. Weather also decides our looks, the type of house we live in and the food we eat. People from hilly areas are fairer because it is not so hot on the hill. People staying in hot places have dark skin. People living on the sea coast eat fish. Weather causes a change in our food habits. കാലാവസ്ഥ നമ്മുടെ ആഹാര രീതിക്കും വസ്ത്രധാരണത്തിനും പ്രവർത്തികൾക്കും മാറ്റം തന്നിട്ടുണ്ട്. കാലാവസ്ഥ അനുസരിച്ചാണ് അത് മാറുന്നത്. വി ഡ്രസ് അക്കോർഡിംഗ് ടു ദ വെദർ. കാലാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്. ഇൻ വിന്റർ വി വിയർ ഹെവി വൂളൻ ക്ലോത്ത്സ്. വിന്റർ സീസണിൽ നമ്മൾ കട്ടിയുള്ള കമ്പിളി പോലെയുള്ള തുണികളാണ് ഉപയോഗിക്കുന്നത്. വി ലൈക്ക് ടു പ്ലേ ആൻഡ് സിറ്റ് ഔട്ട് ഇൻ ദ സൺ. എപ്പോഴും കളിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, പുറത്ത് വെയിൽ കൊള്ളുവാനാണ് ഇഷ്ടപ്പെടുന്നത് തണുപ്പായതിനാൽ. ദ സിറ്റിംഗ് റൂംസ് ആർ ഹീറ്റഡ്. സിറ്റിംഗ് റൂം, നമ്മൾ അകത്തിരിക്കുന്ന റൂം എപ്പോഴും ഇലക്ട്രിക് ഹീറ്റർ കൊണ്ടോ വൈദ്യുതീകരിച്ച ഹീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തടി ഉപയോഗിച്ച് കത്തിച്ച് ബേണിംഗ് ഫയർ കൊണ്ടോ ചൂട് പിടിപ്പിക്കുന്നു. വി ബാത്ത് വിത്ത് ഹോട്ട് വാട്ടർ. ചൂട് വെള്ളത്തിലാണ് ആ ടൈമിൽ കുളിക്കുന്നത്. ഡ്യൂറിങ് സമ്മർ വി വിയർ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് കളേർഡ് കോട്ടൺ ക്ലോത്ത്സ്. സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. വേനൽക്കാലത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കളേർഡ് കോട്ടൺ ഡ്രസ്സാണ്, തുണികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് പ്രിഫർ ടു റിമൈൻ ഇൻഡോർ. നമ്മൾ അകത്ത് തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുക. ആൻഡ് ഫാൻ ഓർ ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. അണ്ടർ എ ഫാൻ ഓർ ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ. ഫാനിന്റെ കീഴിലോ ഒരു മരത്തിന്റെ ചുവട്ടിലോ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. വി ഗെറ്റ് ടയേർഡ് സൂൺ. നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നു, ടയേർഡ് ആവുന്നു. ഇൻ ഹോട്ട് വെദർ ആൻഡ് ഫീൽ അൺകംഫർട്ടബിൾ. നമുക്ക് അസ്വസ്ഥതയാണ് എപ്പോഴും അനുഭവപ്പെടുന്നത്. റെയിൻ ബ്രിങ്സ് റിലീഫ് ഫ്രം ഹോട്ട് വെദർ. മഴ നമുക്ക് ഹോട്ട് വെദർ സമ്മർ സീസണിൽ ചൂട് കാലാവസ്ഥയിൽ നിന്നും ഒരു ആശ്വാസം തരുന്നു. ബട്ട് ഇൻ ദ റെയിനി സീസൺ, മഴക്കാലത്ത് വി ഫീൽ സ്റ്റിക്കി. ഒട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവവും ആൻഡ് സ്വെറ്റ് എ ലോട്ട്. വിയർപ്പ് ഒരുപാട് ഉണ്ടാവുന്നു. ദ ഫോഗി ആൻഡ് സ്റ്റോമി വെദർ ക്യാൻ കോസ് ട്രബിൾ. ഫോഗി ആൻഡ് സ്റ്റോമി വെദർ എന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടി നിൽക്കുന്ന കാലാവസ്ഥ, പൊടിക്കാറ്റ്. വെദർ ക്യാൻ കോസ് ട്രബിൾ ആൻഡ് ഈവൻ ആക്സിഡൻസ്. ആക്സിഡൻസും ഉണ്ടാകുന്നു. മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾസ് ഓൺ ദ റോഡ്. വാഹനങ്ങളുടെ മൂവ്മെന്റ് ഡിഫിക്കൽട്ട് ആവുന്നു. സ്പോർട്സ്, കായികം ഡിഫിക്കൽട്ട് ആവുന്നു. അതുപോലെ തന്നെ ഔട്ടിങ്സിന് പോവാൻ, നമ്മൾ പുറത്ത് കറങ്ങാൻ ഈ ടൂറൊക്കെ പോകത്തില്ലേ, കുട്ടികളായാലും എല്ലാവരും സ്കൂൾ ടൈമിലെ ടൂറൊക്കെ എന്ന് പറയുന്നത് ഈ ടൈമിൽ വെക്കത്തില്ല, ഫോഗി സീസണിൽ വെക്കത്തില്ല. അപ്പൊ പുറത്തിറങ്ങുന്നതും നമ്മൾ ഒഴിവാക്കുന്നു. അതെല്ലാം ഡിഫിക്കൽട്ട് ആവുന്നു. നോക്കണ്ടല്ലോ.
Flights are delayed and even cancelled due to fog because visibility become very poor. Flights are delayed. വിമാനയാത്രയൊക്കെ ഡിലേ ആകാറുണ്ട്, താമസിക്കാറുണ്ട്. ആൻഡ് ഈവൻ ക്യാൻസൽഡ്, ചിലപ്പോൾ ക്യാൻസൽ വരെ ചെയ്യും. ഡ്യൂ ടു ഫോഗ് ബിക്കോസ് വിസിബിലിറ്റി ബിക്കം വെരി പുവർ. വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കാഴ്ച, അതായത് കാണാൻ പറ്റുന്നത് വളരെ ചെറുതായിട്ടായിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്നു. വെദർ ഓൾസോ ഡിസൈഡ്സ് അവർ ലുക്സ്. കാലാവസ്ഥ നമ്മളുടെ ലുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ലുക്കിനെ തീരുമാനിക്കുന്നുണ്ട്. ദ ടൈപ്പ് ഓഫ് ഹൗസ് വി ലീവ് ഇൻ, നമ്മൾ താമസിക്കുന്ന വീട്, ഫുഡ് വി ഈറ്റ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഈ 3 കാര്യങ്ങളും വ്യത്യാസപ്പെടുന്നു. പീപ്പിൾ ഫ്രം ഹില്ലി ഏരിയാസ്, കുന്നിൻ പ്രദേശത്ത്, ഉയർന്ന പ്രദേശത്ത് താമസിക്കുന്നവര്, ഹില്ലി ഏരിയാസിൽ താമസിക്കുന്നവര് ഫെയറർ ആയിട്ടിരിക്കും, നല്ല വെളുത്ത് ഫെയർ ആയിട്ടിരിക്കും മുഖം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് സോ ഹോട്ട് ഓൺ ദ ഹിൽ. കുന്നിൻ പ്രദേശത്ത്, താഴ്വരകളില്, ഉയർന്ന പ്രദേശത്തൊക്കെ നല്ല തണുപ്പായതിനാൽ അവരുടെ മുഖം ഫെയറർ ആയിരിക്കും, വെളുത്ത് കുറച്ചുകൂടെ ഭംഗിയുള്ളതായിരിക്കും. പീപ്പിൾ സ്റ്റേയിങ് ഇൻ ഹോട്ട് പ്ലേസസ് ഹാവ് ഡാർക്ക് സ്കിൻ. പീപ്പിൾ, ആളുകൾ, സ്റ്റേയിങ് ഇൻ ഹോട്ട് പ്ലേസസ്, ചൂട് ഉള്ള, ഒരുപാട് ചൂടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ സ്കിൻ, തൊലി ഡാർക്ക് കളർ ആയിരിക്കും, ഡാർക്ക് ആയിട്ട് ഇരിക്കും, അത്രയും ഒരു ഫെയറർ ആകത്തില്ല. പീപ്പിൾ ലിവിങ് ഓൺ ദ സീ കോസ്റ്റ് ഈറ്റ് ഫിഷ്. കടൽ തീരത്ത് താമസിക്കുന്നവര്, സീ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കടൽ തീരം, തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മീനാണ് കഴിക്കുന്നത്. അവരുടെ പ്രധാന ഭക്ഷണം, മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ആയിരിക്കും. ഇതാണ് പാസേജ്. പാസേജ് വൃത്തിയായിട്ട്, ആ 3 പാരഗ്രാഫ് ഉണ്ട്, 3 പാരഗ്രാഫും വൃത്തിയായിട്ട് വീട്ടിലിരുന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് വായിക്കുക. ഇതിനെ ഒന്നുകൂടെ ചുരുക്കിയിട്ട് പറയാം, ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ വെതറിനെ പറ്റിയിട്ടുള്ള പാരഗ്രാഫ് ആണെന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് ശീതകാലം. ശീതകാലത്തെ പറ്റിയിട്ടാണ് ആദ്യം പറഞ്ഞത്. വെതർ നമ്മുടെ ഫുഡിനും ക്ലോത്തിങ്ങിനും ആക്ടിവിറ്റീസിനും ഒക്കെ വ്യത്യാസം തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വിന്റർ സീസണിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കുന്നതെന്ന. കട്ടിയുള്ള വൂളൻ ക്ലോത്ത്സ് ആയിരിക്കും നമ്മൾ ആ ടൈമിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ വിന്റർ സീസണിൽ നമ്മൾ എപ്പോഴും അകത്തിരിക്കാനാണ്. ഇപ്പൊ ബേണിംഗ് ഫയറിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫയറിലോ നമ്മൾ സിറ്റിംഗ് റൂം അത് സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ആ വിന്റർ സീസണിൽ എന്താണോ നമുക്ക് ആവശ്യം, വാം ആണ് നമുക്ക് ആവശ്യം, ചൂട് വേണം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ. അടുത്തത് സമ്മർ സീസൺ. സമ്മർ സീസൺ വരുമ്പം ചൂടുകാലമാണ്. ചൂടുകാലമാകുമ്പോൾ വേനൽക്കാലം. വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ഒരിക്കലും കട്ടിയുള്ള ഡ്രസ്സ് ഉപയോഗിക്കുന്നില്ല, ലൈറ്റ് കളർ ആയിരിക്കും, ലൈറ്റ് ഡ്രസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഫാനിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ പുറത്തു പോവാണെങ്കിൽ ഒരു മരത്തിന്റെ കീഴിലിരിക്കാനായിരിക്കും ആഗ്രഹിക്കുക. അതുപോലെ തന്നെ വേനൽക്കാലത്തിന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് മഴ പെയ്യുന്നത്. പിന്നെ മഴ റെയിനി സീസണിലെ മഴക്കാലത്ത് ഉള്ള ഒരു കാര്യം, ഫീൽ സ്റ്റിക്കി, നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്കിന്നൊക്കെ ഒട്ടിപ്പിടിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്വെറ്റ് എ ലോട്ട്. സ്വെറ്റ് എ ലോട്ട് എന്ന് പറഞ്ഞാൽ വിയർക്കുന്നു, വിയർപ്പ് അധികമായിട്ട് വരും. അടുത്ത പറഞ്ഞത് ഫോഗി ആൻഡ് സ്റ്റോമി. ആ സീസണിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് ആക്സിഡൻസ് സംഭവിക്കും. കാരണം നമുക്ക് വിസിബിലിറ്റി ഇല്ല, കാഴ്ച കുറവായിരിക്കും, കാണാൻ പറ്റില്ല അന്തരീക്ഷം. അപ്പൊ ഫ്ലൈറ്റ് ഒക്കെ ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്, ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം വിസിബിലിറ്റി. അതുപോലെ ഔട്ട്ഡോറിലൊന്നും നമ്മൾ പോകാറില്ല, സ്പോർട്സ് നടത്താറില്ല, വെഹിക്കിൾസിന് ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ കാര്യങ്ങളാണ് പറഞ്ഞത്. അതേപോലെ ഹില്ലി ഏരിയ കാലാവസ്ഥ ലുക്കിന് ചേഞ്ച് വരുത്തുന്നു എന്ന് പറഞ്ഞു. അതാണ് ഫെയററും ഡാർക്ക് സ്കിന്നും. കുറച്ച് വൈറ്റ് കളേർഡ് സ്കിന്നും ഡാർക്ക് സ്കിന്നും വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആരാ മ്യൂട്ട് ചെയ്യാത്തത്? പാസേജ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഡിസ്റ്റർബൻസ് ആകും. ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന കുട്ടികൾക്ക് വരെ ഡിസ്റ്റർബൻസ് ആകും. മ്യൂട്ട് ചെയ്യ്. അപ്പോ ഫെയറർ ആകാം. ഹില്ലി ഏരിയാസ്, കുന്നിൻ പ്രദേശത്ത്, ഉയർന്ന പ്രദേശത്ത്, താഴ്വരകളിൽ താമസിക്കുന്നവരുടെ
സ്കിന്ന് ഫെയറർ ആയിരിക്കും, കുറച്ചുകൂടെ വെളുത്തിരിക്കും. അതിന് കാരണം ബ്രൈറ്റ് ആയിരിക്കും, കാരണം അവിടെ ഹോട്ട്നെസ് കുറവാണ്, ചൂട് കുറവാണ്, തണുപ്പാണ്. എന്നാൽ ഹോട്ട് പ്ലേസിൽ താമസിക്കുന്നവർക്ക്, ചൂടുള്ള ഒരുപാട് ചൂടുള്ള സ്ഥലത്ത് താമസിക്കുന്നവരുടെ സ്കിന്ന് ഡാർക്ക് ആയിരിക്കും. ബ്ലാക്ക് എന്നല്ല പറഞ്ഞ ഡാർക്ക് ആയിരിക്കും. പീപ്പിൾ ലിവിങ് ഓൺ ദ സീ കോസ്റ്റ് ഈറ്റ് ഫിഷ്. സീ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രധാന ഭക്ഷണം, അവർ കഴിക്കുന്നത് ഫിഷാണ്. ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ വിന്റർ. ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ പാസേജ് കണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം പാസേജിൽ അതേ വേർഡും അതേ സെന്റൻസും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് വിന്റർ. ഡ്യൂറിങ് വിന്റർ വി, അത്രേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് അർത്ഥം നോക്കുക, നമ്മുടെ പാസേജിൽ അതേ സെന്റൻസ് ഉണ്ടോ എന്ന് നോക്കുക. വിയർ ക്ലോത്ത്സ് വിച്ച് കീപ് us warm. ആ ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. കാരണം വിന്റർ സീസണിൽ നമുക്ക് വാം ആണ് വേണ്ട. അപ്പൊ വാം എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. ചൂട് വേണം, അല്ലെങ്കിൽ നമുക്ക് തണുത്ത് വിറയ്ക്കും, അപ്പം നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് കിട്ടത്തില്ല. അപ്പൊ വാം എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ പാസേജിൽ കാണത്തില്ല. പാസേജിൽ ഇല്ലാത്ത വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. ബാക്കിയെല്ലാം അല്ലെങ്കിൽ ഓപ്ഷൻസ് എല്ലാം വായിച്ചിട്ട് അതിലേതാണോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചേരുന്ന ആൻസർ, അത് ആൻസർ ആയിട്ട് എടുക്കുക. അപ്പൊ ചിലപ്പോൾ പാസേജിൽ തന്നെ നമ്മുടെ അതേ സെന്റൻസ് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വരുന്ന മറ്റു വാക്കുകളായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സമ്മർ വി. സമ്മറിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തത്, വിയർ ഡാർക്ക് ആൻഡ് ഹെവി ക്ലോത്ത്സ്. ഒരിക്കലും സമ്മർ സീസണിൽ ഡാർക്കും ഹെവി ക്ലോത്ത്സ് യൂസ് ചെയ്യില്ല. രണ്ടാമത്തത്, ഗെറ്റ് ടയേർഡ് ഈസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ടയേർഡ് ആകും. അതാണ് കാരണം സമ്മർ സീസണിൽ നമ്മൾ ടയേർഡ് ആകുന്നു എന്നുള്ളത് നമ്മുടെ പാസേജിലുണ്ട്. മൂന്നാമത്തത്, വെൻ ഇറ്റ് റെയിൻസ് വി. എപ്പോഴാണോ മഴ പെയ്യുന്നത് അപ്പോൾ നമ്മൾ. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പ്ലേ ആൻഡ് സിറ്റ് ഔട്ട്. നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് എന്തായാലും ഒരുപാട് പുറത്ത് കളിക്കാനായിട്ട് പുറത്തിറങ്ങാറില്ല. വിയർ കോട്ടൺ ക്ലോത്ത്സ്. ബാത്ത് ഇൻ കോൾഡ് വാട്ടർ. മഴ സമയത്ത് കോൾഡ് വാട്ടറിൽ കുളിക്കാറില്ല. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്വെറ്റ് എ ലോട്ട് എന്നാണ്. അത് നമ്മുടെ പാസേജിലുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഫോഗി വെതറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫോഗി വെതർ എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയം. ഒന്നാമത്തത്, എയർക്രാഫ്റ്റ് ക്യാൻ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ് ഈസിലി. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം അതല്ല ആൻസർ. കാരണം എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വിമാനം, റോക്കറ്റ് അങ്ങനെയുള്ളതല്ല. ഈ ഫോഗി സീസണിലൊന്നും നമ്മൾ അത് ടേക്ക് ഓഫ് ചെയ്യാറോ ഈസി ആയിട്ട് ലാൻഡ് ചെയ്യാറോ ഇല്ല. പീപ്പിൾ എൻജോയ് ട്രാവൽ ഒരിക്കലും എൻജോയ് ചെയ്യത്തില്ല. കാരണം ഈ പാസേജിൽ എടുത്തു പറഞ്ഞത് ആക്സിഡൻസ് ഉണ്ടാവുന്ന. ട്രാവൽ ഈസ് അൺസേഫ്. ആ മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് ആൻസർ കിട്ടി. പിന്നെ നാലാമത്തത് വായിക്കണ്ട. മൂന്നാമത്തെ ഓപ്ഷൻ, ട്രാവൽ ഈസ് അൺസേഫ്. യാത്ര ദുർഘടമാണ്, സേഫ് അല്ല. അപ്പൊ നാലാമത്തതിൻ്റെത് മൂന്നാമത്തെ ഓപ്ഷൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ. അഞ്ചാമത്തത്, പീപ്പിൾ ഫ്രം ഹില്ലി ഏരിയാസ്. കുന്നിൻ പ്രദേശത്ത് അല്ലെങ്കിൽ ഉയർന്ന പ്രദേശത്ത് താമസിക്കുന്നവർ. ആൻസർ എളുപ്പം കിട്ടും, ആർ ഫെയറർ. കാരണം അത് അതുപോലെ പാസേജിലുണ്ട്. ആർ ഓഫൺ ടോൾ, ഈറ്റ് ഫിഷ്, ആർ ഡാർക്ക് അല്ല. ആൻസർ ആർ ദ പീപ്പിൾ ഫ്രം ഹില്ലി ഏരിയാസ് ആർ ഫെയറർ. നാലാമത്തത്. ഒന്നുകൂടെ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് വായിച്ചു തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ വിന്റർ വി. ആൻസർ, വിയർ ക്ലോത്ത്സ് വിച്ച് കീപ് us warm. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സമ്മർ വി ഗെറ്റ് ടയേർഡ് ഈസിലി. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഇറ്റ് റെയിൻസ് വി. അതിന്റെ ആൻസർ സ്വെറ്റ് എ ലോട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നാലാമത്തെ ഓപ്ഷൻ.
ഇൻ ഫോഗി വെദർ. നാലാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ഓപ്ഷൻ ട്രാവൽ ഈസ് അൺസേഫ്. യാത്ര ദുർഘടമാണ്. പീപ്പിൾ ഫ്രം ഹില്ലി ഏരിയാസ്. ഹില്ലി ഏരിയാസിലുള്ളവര് ഫെയറർ ആണ്. ആർ ഫെയറർ. നാലാമത്തെ ഓപ്ഷൻ. അപ്പൊ പാസേജ് ടെക്സ്റ്റ് ഉള്ളവർ ഇന്ന് തന്നെ ഇത് ബുക്കിലോട്ട് പാസേജും ആൻസറുമായിട്ട് എഴുതുക. നല്ല രീതിയിൽ പാസേജ് വായിച്ച് മനസ്സിലാക്കണം. ഒരുപാട് വട്ടം വായിക്കണം. ടെക്സ്റ്റ് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് വാങ്ങണം. ബുക്ക് സ്റ്റാളിൽ ടെക്സ്റ്റ് കിട്ടും. ഓക്കെ. അടുത്തത് മെന്റൽ എബിലിറ്റി. മെന്റൽ എബിലിറ്റി ഫസ്റ്റ്. ഇപ്പൊ പഠിപ്പിക്കുന്ന സമയത്ത് ആരും എഴുതണ്ട. ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തുക, അത് ബുക്കിലോട്ട് വരയ്ക്കുക. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് എഴുതിയതാണെങ്കിൽ ഒന്നുകൂടെ എഴുതിക്കോ, നമുക്ക് ഒന്നുകൂടെ ഒന്നരം മനസ്സിലാവുമല്ലോ. മെന്റൽ എബിലിറ്റി വളരെ എളുപ്പമാണ്, പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ആൻസർ എളുപ്പം കിട്ടുന്നതാണ്. ചില ഫിഗർ ഒക്കെ ഉള്ളൂ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത്. അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ കിട്ടും. നല്ല രീതിയിൽ ശ്രദ്ധയാണ് മെന്റൽ എബിലിറ്റിക്ക് വേണ്ടത്. നമ്മുടെ മാനസിക ശേഷി ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ചെയ്യുന്നത് വർക്ക്ഷീറ്റ് 1 ആണ്. മെന്റൽ എബിലിറ്റി സ്റ്റാർട്ട് ചെയ്തതിന്റെ വർക്ക്ഷീറ്റ് 1 തൊട്ടാണ് തുടങ്ങുന്നത്. അല്ല, ഒന്നാമത്തേത് നോക്കുക. ഒന്നാമത്തെ ഫിഗറിൽ 4. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫിഗർ കണ്ടുപിടിക്കുക എന്നതാണ് ഒന്നാമത്തെ ഭാഗം. അപ്പൊ പാർട്ട് 1 എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കണം. 4 ഫിഗർ തരും. ആ 4 ഫിഗറിൽ ഒരെണ്ണം വ്യത്യാസമായിരിക്കും. ഓക്കെ. ഇപ്പൊ ഫിഗറിനകത്ത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മെന്റൽ എബിലിറ്റി അത് ഫുള്ളായിട്ട് കുട്ടികൾക്ക് കാണാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ 4 ഫിഗറിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഏതാണോ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ഫിഗറിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വ്യക്തമാകട്ടെ, ഫുൾ സ്ക്രീൻ ആക്കുന്ന നല്ലത്. ഓക്കെ. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഓഫ് ദീസ് 4 ഫിഗേഴ്സ് 3 ഫിഗേഴ്സ് ആർ സിമിലർ. 3 ഫിഗർ സിമിലർ ആണ്. ഇൻ സം വേ ആൻഡ് 1 ഫിഗർ ഈസ് ഡിഫറെന്റ്. ഒരു ഫിഗർ എന്തായാലും മറ്റു 3നേക്കാളും ഡിഫറെന്റ് ആയിരിക്കും. ഈ ഫൈൻഡ് ഔട്ട് ദ ഫിഗർ വിച്ച് ഈസ് ഡിഫറെന്റ്. ഡിഫറെന്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. അതാണ് പാർട്ട് 1. മെന്റൽ എബിലിറ്റി പാർട്ട് 10 ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡിഫറെന്റ് കണ്ടുപിടിക്കുന്നു. അതിൽ ഒന്നാമത്തത് ഈസി ആയിട്ട് കിട്ടും. ബാക്കി 3 എണ്ണത്തില് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തേതില് ഡാർക്ക് സ്പോട്ടും ഫസ്റ്റ് 1ൽ ഡാർക്ക്നെസ് ഇല്ല. അതാണ് ഒന്നാമത്തേതാണ് ആൻസർ. ഒന്നാമത്തെ ഓപ്ഷൻ, ഒന്നാമത്തെ ഫിഗർ, ഫസ്റ്റ് ഫിഗർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കാം. ഒരു പോട്ടാണ് വെച്ചിരിക്കുന്നത്. ആ പോട്ടില് രണ്ടാമത്തതിലാണ് ഡിഫറൻസ് ഉള്ളത്. കാരണം ചുവട്ടിൽ ഒരു സ്റ്റാൻഡ് പോലെ അത് വെച്ചിട്ടുണ്ട്. അത് ചരിച്ചുമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത് സെക്കൻഡ് ഫിഗർ ആണ്. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ടെക്സ്റ്റ് ഉള്ളവര് ക്വസ്റ്റ്യന്റെ ആൻസർ മാർക്ക് ചെയ്ത് പോവുക. ടെക്സ്റ്റ് ഇല്ലാത്തവർ എഴുതി വെക്കുക. മെന്റൽ എബിലിറ്റി പാർട്ട് 1 വർക്ക്ഷീറ്റ് 1. പാർട്ട് 1 വർക്ക്ഷീറ്റ് 1. ഒന്നാമത്തേന്റെ ഓപ്ഷൻ 1, രണ്ടാമത്തേന്റെ ഫിഗർ 2. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ നാലാമത്തെ ഫിഗർ ആണ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ബാക്കി എല്ലാത്തിനും സെന്ററിലെ പോർഷൻ ലൈൻസ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുക, ഷെയ്ഡ് ചെയ്തിരിക്കുക. ഷെയ്ഡ് ചെയ്യാത്ത ഒരേ ഒരു ഫിഗർ നാലാമത്തേതാണ്. അപ്പൊ മൂന്നാമത്തെ ആൻസർ 4.
നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു ബേർഡാണ്. അതിൽ പറക്കുന്നതുണ്ട്, ഒരിടത്ത് ഇരിക്കുന്നതുണ്ട്. 3 ഫിഗർ ഫ്ലൈ ചെയ്യുന്നതും 1 ഒരിടത്ത് ഇരിക്കുന്നതും. അപ്പൊ മൂന്നാമത്തതാണ് ആൻസർ. നാലാമത്തതിന്റെ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ മൂന്നാമത്തെ ഫിഗർ, തേർഡ് ഫിഗർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അത് കുറച്ചൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന ഫിഗറിലെല്ലാം ഏകദേശം നമ്മൾ ഒന്ന് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. എന്നാൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഫിഗറിൽ ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. രണ്ടാമത്തെ ഫിഗറിലും ട്രയാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അതിന്റെ ഓർഡർ മാറി. പക്ഷെ മൂന്നാമത്തെ ഫിഗറിൽ ഇത് മൂന്നുമില്ല, രണ്ടെണ്ണം സെയിം ആണ്. റെക്റ്റാങ്കിള്, 2 റെക്റ്റാങ്കിളും 1 സർക്കിളും. നാലാമത്തതില് ഈ പറഞ്ഞ പോലെ 3 ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന മൂന്നാമത്തതാണ്. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മൂന്നാമത്തെ ഫിഗർ, തേർഡ് ഫിഗർ. സിക്സ്ത് വൺ. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ. ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. കാരണം മറ്റേത് ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളും പടം വരച്ച് വെച്ചിരിക്കുന്നതാണ്, ഒരു ചിത്രമാണ്. എന്നാൽ നാലാമത്തതാണ് ഒരു ജാമതീയ രൂപം. നമ്മൾ കണക്കിൽ മാത്സിൽ പറയുന്ന ഒരു ത്രികോണമാണ് ആ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ നാലാമത്താണ് ആൻസർ. 6ൻ്റെത് 4. ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെത് അത് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവേഷൻ ആണ് ഇതിനകത്ത് വേണ്ടത്. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. അവിടെ നോക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 3 ഫിഗറും നോക്കുമ്പോൾ ആരോ മാർക്കിന്റെ തൊട്ട് താഴെയാണ് സർക്കിൾ വരുന്നത്. എന്നാൽ ലാസ്റ്റ് ഫിഗറിന്റെ നേരെ തിരിഞ്ഞു. ഏറ്റവും കൂടുതൽ വ്യത്യാസം അതിനാണുള്ളത്. അതുകൊണ്ട് അതാണ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ, 7th ക്വസ്റ്റ്യന്റെ 4th ഫിഗർ. ഇനി 8th ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ഈസി ആയിട്ട് ആൻസർ കിട്ടും 2. കാരണം ബാക്കിയെല്ലാം ഒരുപോലെ ഒരു ജാമതീയ രൂപം, എങ്ങും മാറിയിട്ടൊന്നുമില്ല, വെട്ടില്ല, മടക്കില്ല. പക്ഷെ രണ്ടാമത്തത് അതിനകത്ത് വ്യത്യാസമുണ്ട്. അത് ഈസി ആയിട്ട് കിട്ടും. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇതിൽ ഒറ്റവട്ടം നമ്മൾ നോക്കുമ്പോൾ ആൻസർ കിട്ടില്ല, എല്ലാം ഒരുപോലെ ഇരിക്കും. എന്നാൽ മൂന്നാമത്തെ ഫിഗറിലേക്ക് നോക്കുക. അപ്പൊ എല്ലാത്തിനും യു ഷേപ്പ് ഉണ്ട്. അതാദ്യം കണ്ടു. മുകളിലെത്തതും ഒരുപോലെ, ഒരു ആരോയും ഒരു സർക്കിളും. എന്നാൽ നടുക്കിരിക്കുന്നതില് ഒരു ആരോ മാർക്കും ഒരു സർക്കിളും ആണ്. അജി എന്നാൾ ഓൺലൈനിൽ മ്യൂട്ട് ഓൺ ആക്കി വെച്ചേക്കുക. മ്യൂട്ട് ചെയ്യണേ അത് വോയിസ്. ഓക്കെ. അതുപോലെ മെന്റൽ എബിലിറ്റി കുട്ടികൾ കണ്ടെങ്കിലേ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പേരൻസ് ഓക്കെ, കുട്ടികളെ കാണണം. ഇവിടെ നമ്മുടെ സ്ക്രീനിൽ കുട്ടികളെ കാണണം. അപ്പൊ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചവരെ അത് ഓൺ ആക്കി വെക്കുക. ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ, 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 3 ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നടുക്കത്തത് 2 സർക്കിളാ. ആ 2 ലൈൻസ് 2 സൈഡിലോട്ടും പോകുന്നത് സർക്കിൾ ആണ് എൻഡിലുള്ളത്. വട്ടമാണ് 2. ഒന്നിൽ ആരോയും 1 വട്ടവുമാണ്, മറ്റേത് 3. 10ാമത്തെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. ആ കൂട്ടത്തിൽ തലകീഴായിട്ട് വെച്ചിരിക്കുന്ന ഫിഗർ ഏതാണ്? അതാണ് അതിന്റെ വ്യത്യാസം. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെ ആണ് ഇരിക്കുന്നത്. അപ്പൊ 10ാമത്തത് 2ാമത്തെ ഫിഗർ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ 2ാമത്തെ ഫിഗർ. അടുത്ത വർക്ക്ഷീറ്റ് 2. വർക്ക്ഷീറ്റ് 2-ല് 1ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പം കിട്ടും. 3 ഫിഗർ ലൈൻസും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് ചരിഞ്ഞിരിക്കുന്നു, നേരെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ 2ാമത്തെ ഫിഗർ
സർക്കിൾ ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ ആൻസർ സെക്കൻഡ് ഫിഗർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 4. കാരണം ബുക്ക്, പെൻസിൽ, പെൻ. അടുത്ത അംബ്രല്ല, അതിൽ വ്യത്യാസമായിട്ടിരിക്കുന്നത് അംബ്രല്ല. 2 രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഫോർത്ത് ഫിഗർ. ഓക്കെ, അപ്പം വ്യത്യാസം കണ്ടുപിടിക്കാനാണ് ഇത്രയും ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓരോ പാർട്ടിലും ഓരോ മോഡലാണ്. ഫസ്റ്റ് പാർട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫിഗർ കണ്ടുപിടിക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ. അപ്പൊ വർക്ക്ഷീറ്റ് 2 ടെക്സ്റ്റ് ഇല്ലാത്തൊരു ബുക്കിലോട്ട് അത് എഴുതിയിടണം. ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടത് അടയാളപ്പെടുത്തണം. വർക്ക്ഷീറ്റ് 2 ഇപ്പൊ പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ ഒരു എയ്റോപ്ലെയിൻ, സൺ, സ്റ്റാർ, മൂൺ. ഇതിനകത്ത് ഈസി ആയിട്ട് കിട്ടും, ഏതൊരാൾക്കും മനസ്സിലാകും. വ്യത്യാസമായിട്ട് നിൽക്കുന്നത് എയ്റോപ്ലെയിൻ, ഫസ്റ്റ് ഫിഗർ. തേർഡ് ഫസ്റ്റ് ഫിഗർ. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഈസി ആണ്. മ്യൂട്ട് ചെയ്യണം വോയിസ്. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ തേർഡ്, മൂന്നാമത്തത്. കാരണം മറ്റു 3 ഫിഗറുകളിലും ഇരട്ടിക്കലുണ്ട്. 2 ചതുരം, 2 റെക്റ്റാങ്കിൾ, 2 ട്രയാങ്കിൾ, 2 സ്ക്വയർ. അതില് ഒന്ന് മാത്രമാണ് ഒരൊറ്റ ഫിഗറിൽ നിർത്തിയിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അതും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. വെർട്ടിക്കൽ ഇരിക്കുന്നത്, അതായത് തിരശ്ചീനമായിട്ടിരിക്കുന്ന ലൈൻസും സെക്കൻഡ് ഫിഗർ മാത്രം വെർട്ടിക്കൽ ഇരിക്കുന്നു. തിരശ്ചീനം എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ തിരശ്ചീനം, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെ ഇരിക്കുന്നു. രണ്ടാമത്തതാണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ എളുപ്പം ഒറ്റ നോട്ടത്തിൽ ആൻസർ കിട്ടും. ഒന്നാമത്തതാണ് ആൻസർ. എന്തുകൊണ്ട്? ബാക്കി എല്ലാ 3 ഫിഗറിലും 1, 2, 3 ലൈൻസ്, 4 ലൈൻസ് ആണ് ഉള്ളത്. 1, 2, 3, 4 ലൈൻസ്. എന്നാൽ ആദ്യത്തേതില് 3 ലൈൻസ് കൊണ്ടാണ് ആ സർക്കിളിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആറാമത്തത് ഫസ്റ്റ് വൺ, ആദ്യത്തെ ഫിഗർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എളുപ്പം കിട്ടും. ഫോർത്ത് ഫിഗർ, സൈക്കിൾ. മറ്റ് വാഹനങ്ങളെക്കാളും വ്യത്യാസമായി നിൽക്കുന്നത് സൈക്കിൾ, കാരണം ടയറിലുള്ള വ്യത്യാസം. 4 വീല്, 4 വീലും 2 വീലും. ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 4. എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 4. അതും ഈസിയാണ്. ആദ്യത്തെ 3 എണ്ണം സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കായികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഷട്ടിൽ ബാറ്റ്, ഫുട്ബോള്, ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ്. അടുത്തത് നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന, വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു പാത്രം, കലം. എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഫോർത്ത് ഫിഗർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, അതും എളുപ്പം കിട്ടും. എല്ലാ ഫിഗറും ഒരുപോലെ ഇരിക്കുക, എന്നാൽ അതിന്റെ അത് റൈറ്റ് സൈഡിലോട്ടും വലത്തോട്ടും ഇടത്തോട്ടുമുള്ള വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് റൈറ്റിലേക്ക് ഇരിക്കുന്നു, ആ ഭാഗം ലെഫ്റ്റിലേക്ക് ഇരിക്കുന്നതാണ് തേർഡ് ഫിഗർ. മൂന്നാമത്തെ ഫിഗർ മാത്രമാണ് അവിടെ വ്യത്യാസമായിട്ടിരിക്കുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, കോക്ക്, സ്നേക്ക്, വൂൾ, ഡക്ക്. കോഴി, പാമ്പ്, മൂങ്ങ, താറാവ്. ഈ പെട്ടെന്ന് ആൻസർ കിട്ടും, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് പാമ്പ്, ബാക്കിയെല്ലാം പക്ഷികളാണ്. അപ്പൊ ഇത്രയാണ് മെന്റൽ എബിലിറ്റി. ടെക്സ്റ്റിലുള്ളത് അതേപോലെ ബുക്കിലേക്ക് വരച്ച് അത് തനിയെ അടയാളപ്പെടുത്തുക. ഇത് ഈ പാസേജ് എഴുതുക.
അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. എല്ലാ ദിവസവും നാളെയും ക്ലാസ് ഉണ്ട്. 1:50 ആകുമ്പോൾ തന്നെ എല്ലാവരും ഓൺലൈനിൽ ഉണ്ടായിരിക്കണം.